കഴിഞ്ഞിടയ്ക്ക് മലപ്പുറത്ത് നാഷണൽ ഹൈവേ അതോറിറ്റീസ് പണിയുന്നതായിട്ടുള്ള ഒരു റോഡ് ഇടിഞ്ഞു വീണ് അത് സർവീസ് റോഡിലേക്ക് പതിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നതെങ്കിലും ഇത് എങ്ങനെയാണ് പ്രകാരം സംഭവിച്ചതെന്നുള്ളത് അറിയുന്നില്ല. ഇതിങ്ങനെ റോഡ് ഇടിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ അവർ പറയാണ് അത് മണ്ണിൻ്റെ പ്രശ്നമാണ്, ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. കേരളത്തിൽ പലയിടത്തും ഇതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റീസിൻ്റെയൊക്കെ റോഡുകൾക്ക് വിള്ളലും അതും ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റോഡ് ഒരിടത്ത് പണിയുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം, ആന്തരികമായിട്ടുള്ള മണ്ണിൻ്റെ ഘടന, മഴയുടെ സാന്നിധ്യം, ഭൂപ്രകൃതി ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം റോഡ് പണിയാൻ. അല്ലാണ്ട് എങ്ങനെയെങ്കിലും താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടി റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. റോഡ് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും പണിയുന്നുണ്ട്. വളരെ ദുർഘടം നിറഞ്ഞ സാഹചര്യത്തിലും റോഡ് പണിയുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇതുപോലെ വിള്ളലും ചീറ്റിലും പോയച്ചിലും ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്നത്. കേരളത്തിൽ ഒരിടത്ത്, പാലക്കാട് ജില്ലയിൽ ഒരിടത്ത് നാഷണൽ ഹൈവേ അതോറിറ്റീസ് പണിഞ്ഞിരിക്കുന്ന ഒരു പാലത്തിന് 75-ലധികം പ്രാവശ്യം അറ്റകുറ്റപ്പണി നടത്തേണ്ടി വന്നു എന്നാണ് പറയുന്നത്. പണിയുക, വീണ്ടും പൊളിക്കുക, പണിയുക, വീണ്ടും പൊളിക്കുക, പണിയുക, വീണ്ടും പൊളിക്കുക. അതെങ്ങനെ അങ്ങനെ വരുന്നത്? അങ്ങനെ ഒരിക്കലും വരാൻ കഴിയില്ലല്ലോ. പണിയേണ്ടതുപോലെ പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പൊളിക്കേണ്ടി വരില്ല. ഇതെങ്ങനെയാണ് കൂടെ എങ്ങനെയാണ് പൊളിക്കേണ്ടി വരുന്നത്? എപ്പോഴും വിള്ളലുണ്ടാവുക, പൊട്ടലുണ്ടാവുക, ചീറ്റലുണ്ടാവുക, വെള്ളം ഓടുന്നിറങ്ങുക, അതിൻ്റെ ബലത്തെ, പാലത്തിൻ്റെ ബലത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുക. അപ്പോൾ ഇതൊക്കെ എന്തിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവാരമില്ലാത്ത പണിയാണ് ചെയ്യുന്നത്, ശാസ്ത്രീയമല്ലാത്ത പണിയാണ്, മുൻകൂട്ടി ദീർഘവീക്ഷണത്തിലൂടെ ചെയ്യാത്ത പണിയാണ്. അതായത് സർക്കാരിന് ഇരട്ടി പൈസ ചിലവഴിക്കത്തക്ക നിലയിലുള്ള പണിയാണ്. പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ പൊളിയുന്ന പണിയാണ് ഉള്ളത്. കേരള സർക്കാരിൻ്റെ റോഡുകൾ മോശമാണ്, കേന്ദ്ര ഗവൺമെൻറ് വളരെ നല്ലതാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന ആളുകൾ അതിനെക്കാട്ടും വലിയ കള്ളന്മാരായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏതായാലും ഇത് വളരെ മോശമായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് കോട്ടമായിട്ടുള്ള, അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു നിർമ്മിതിയാണ്.